ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് RRB ALPയുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ തേർഡ് ഡേ നടത്തിയ ഷിഫ്റ്റ് 1 റീസണിങ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ബാക്കിയുള്ള 2 ദിവസത്തെ റീസണിങ്ങും ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, മാത്സും റീസണിങ്ങും എല്ലാം തേർഡ് ഡേ വരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റീസണിങ്ങിൽ തേർഡ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ത്രൂ ഞാൻ അറിയുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഈ റീസണിങ്ങും മാത്സും എല്ലാം തന്നെ ഇനി വരുന്ന JEE ആണെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന JEE എക്സാമിനും വരുന്ന ടെക്നീഷ്യൻ, അതുപോലെ NTPC, അങ്ങനെ റെയിൽവേയുടെയും SSCയുടെയും എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമുക്ക് എപ്പോഴും റീസണിങ്ങും മാത്സും ഉണ്ടാവുക. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സാമിന് ആ ഒരു പാറ്റേൺ മാത്രം, അതായത് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് റെയിൽവേന് മാത്രം, SSCയുടെ ക്വസ്റ്റ്യൻസ് SSCക്ക് മാത്രം, JEEയുടേത് മാത്രം, ALPയുടേത് മാത്രം, അങ്ങനെയൊന്നുമില്ല. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് എല്ലാം തന്നെ നമ്മൾ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാനിത് ഒരുപാട് വീഡിയോസിൽ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് ഇപ്പം ഇത് ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് RRB SSC കണ്ടൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. എക്സാം പ്രിപ്പറേഷൻ ആയിട്ടുള്ള എല്ലാ കണ്ടൻസും ഇതിനകത്ത് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, KGFL ഈസ് റിലേറ്റഡ് ടു OJHM ഇൻ എ സർട്ടൻ വേ ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് അൽഫബറ്റിക് ഓർഡർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, KLMNO, K+4 ആണ് O അല്ലേ, K+4 ആണ് O. GHIJ +3 ആണ് J. FGH +2H LM. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോന്ന് കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കാം അല്ലേ. M+K LMNO +4 ആണ്. MNOPQ, Q ആണ് ആദ്യം വരുന്നത്. അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. B കഴിഞ്ഞിട്ട് എത്ര എണ്ണം വരണം? 3 എണ്ണമാണ്. B C D E ആണ് വരേണ്ടത് അല്ലേ. അപ്പം E ഇവിടെ മാർക്ക് ചെയ്തു, ഇതല്ല എന്ന് മനസ്സിലായി. ബാക്കിയുള്ളത് നോക്കണം. T കഴിഞ്ഞ് 2 എണ്ണമാണ്. UV അല്ലേ, അത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതും അല്ല എന്ന് മനസ്സിലായി, ഇത് 2 എണ്ണം. ST QEVT ആണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. QEVT ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്, 224 6 432 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇത് എങ്ങനെയാ നമ്മൾ ചെയ്യാം, എങ്ങനെയാ ചെയ്യാന്നൊന്ന് നോക്ക്. 6 × 2 12 ആണ് അല്ലേ. 12 × 2 ആണ് എന്ത്, 24 അല്ലേ. 6 × 2 12 ആണ്. 12 × 2 എന്താണ്, 24 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, 4 × 2 എന്താണ്, 8 ആണ്. 8 × 4 അല്ലേ, 8 × 4 എന്താ, 32 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് 2 × 4 എന്ന് നമുക്ക് നോക്കാം. 2 × 4 8 ആണ്. അഗെയിൻ 8 × 4 നമുക്ക് എന്ത് കിട്ടി, 32 കിട്ടി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ഏതാണെന്നാണ് നോക്കേണ്ടത്. 3 × 5 15 ആണ്. 15 × 5 എന്താ വരിക, 0 ഉള്ള ആൻസർ അല്ല, സോ അതല്ല അല്ലെ. 1 × 9 9, 9 × 9 81 ആണ്, സോ ഇതല്ല. 3 × 6 എന്താ, 3 6 are 18. 18 × 6 എന്ന് പറഞ്ഞാൽ 108. സോ നമ്മുടെ ആൻസർ ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ നോക്കാം. 4 3s are 12, 12 × 3 36 ആണ്. സോ ഇതല്ല, നമ്മുടെ ആൻസർ എന്താണ്, 6 108 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടില്ലേ എല്ലാവർക്കും? നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്,
Big small average is written as 22, 33, 55. Small treat party is written as 55, 44, 77. രണ്ടിടത്തുമുള്ളത് സ്മോൾ ആണ് അല്ലെ. അപ്പൊ ആ സ്മോൾ എന്ന് പറയുന്ന വേർഡ് ഏത് ലെറ്റർ ആണ്? 55 ആണ് രണ്ടിടത്തും കോമൺ ഉള്ളത്. അടുത്തത് പാർട്ടി ആവറേജ് പീപ്പിൾ ഈസ് റിട്ടൺ ആസ് 22, 77, 99 അല്ലേ. അപ്പൊ ഇതിനകത്ത് പാർട്ടി രണ്ടിടത്തും എന്താ ഉള്ളത്? 77 ആണുള്ളത്. ആവറേജ് 22 രണ്ടിടത്തും ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പീപ്പിൾ എന്താണെന്നാണ്. 99 ആണ് പീപ്പിളിൽ വരുന്നത്. പീപ്പിൾ എന്ന് പറയുമ്പോൾ കോഡ് ഏതാ വരണേ? 99 ആണ് പീപ്പിളിന്റെ കോഡ് ലെറ്റർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് LGMH OP HC IDKL ഇതെന്താ റിലേഷൻ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കോ, LMNO അല്ലെ, GHIJKLMNOP പ്ലസ് 8 ആണ് ഇവിടെ എന്ത് വരുന്നത്? P വരുന്നത്. ഓക്കെ, HIJKCDEFGHIJKL പ്ലസ് 8 ആണ് എന്ത് വരുന്നത്? L വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ഈ രണ്ട് ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 വരണം. അതാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളത് നോക്കിയോ, KLMN OPQR IJKL JKLM ബാക്കിയെല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പൊ ഇതാണ് നോക്കണ്ടത്. G കഴിഞ്ഞ് എത്ര ലെറ്റർ കഴിഞ്ഞിട്ടാ P? G HIJKLMNOP 9 എണ്ണാണ് അല്ലെ. അപ്പൊ അതല്ല. KLMNOPQRST അതും 9 ആണ്, അതല്ല. EFGHIJKLMN അതും 9 ആണ്, അതല്ല. അപ്പം ഇതായിരിക്കും ആൻസർ. നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. FGHIJKLMN ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. പ്ലസ് 8 വരുന്നത് അതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 persons are sitting ഫേസിങ് നോർത്ത് ഫേസ് ചെയ്തിട്ട് 7 പേര് ഇരിക്കുന്നുണ്ട് അല്ലെ. നോർത്ത് ഫേസ് ചെയ്ത് 7 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് അങ്ങോട്ടേക്ക് വരച്ചു. 7 പേര് 1 2 3 4 5 6 7 7 പേര്. E is seated third from the left hand. ലെഫ്റ്റിൽ നിന്ന് മൂന്നാമതായിട്ടാണ് ആരിയിരിക്കുന്നത്? E ഇരിക്കുന്നത്. There is only one person sitting to the right of D. ഡിയുടെ റൈറ്റ് സൈഡിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ഡിയുടെ പൊസിഷൻ ഇവിടെയാണ്. G is seated second to the left of D. ഡിയുടെ ലെഫ്റ്റിൽ നിന്നും രണ്ടാമതായിട്ടാണ് ആരിയിരിക്കുന്നത്? G ഇരിക്കുന്നത്. B is seated immediate right of C. സിയുടെ ഇമീഡിയറ്റ് റൈറ്റിലാണ് ആരിയിരിക്കുന്നത്? B ഇരിക്കുന്നത്. അപ്പൊ റൈറ്റ് ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. C ഇവിടെ വന്നു. F is not seated to the right of A. എയുടെ റൈറ്റ് സൈഡിലല്ല F ഇരിക്കുന്നത്. അപ്പൊ A ഇവിടെയും F ഇവിടെയുമാണ് വരിക. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി പേഴ്സൺസ് ആർ സീറ്റഡ് ബിറ്റ്വീൻ F ആൻഡ് D. എഫിന്റെയും ഇയുടെയും ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാ ചോദിച്ചിരിക്കണേ? ഒരാള്. G മാത്രമാണ് എഫിന്റെയും ഇയുടെയും ഇടയിൽ ഉള്ളത്. ക്ലിയർ ആയോ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് 2 numbers should be interchanged to make the given equation correct? അപ്പൊ നമുക്ക് 95ഉം 135ഉം ചെയ്ത് നോക്കാം. 27 plus 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 42 into 2 minus 135 divided by 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 27 കിട്ടും. പ്ലസ് 25 into 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. മൈനസ് എത്രയാ വരിക? 95 എന്നാണ് വരുന്നത്. 42 into 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 84 ആണ്. ദെൻ മൈനസ് 27 പ്ലസ് 100 മൈനസ് 5 എന്ന് പറഞ്ഞാൽ ബാലൻസ് 5 ആണ് വരിക. ഇവിടെ 84 മൈനസ് 22 എന്ന് വരും. 4 മൈനസ് 2 2 ആണ്. 8 മൈനസ് 2 എന്താണ്? 6 ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? 95 ആൻഡ് 135 ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഈച്ച് കൺസണന്റ് in the word verify is replaced by the letter immediately following it in the English alphabetic order. കൺസണന്റ് ഫോളോവിങ് ലെറ്റേഴ്സ് വെച്ചിട്ടും വവ്വല് എന്താ ചെയ്യേണ്ടത്? പ്രിസീഡിങ് ലെറ്റർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് വവ്വൽസ് നോക്കാം. A E I ആണ് ഉള്ളത് അല്ലെ. അപ്പം ആദ്യം V ഉണ്ട്,
ഇ എന്താ പ്രിസീഡിങ് ആണ്, അപ്പം ഡി ഇ ആണ്. സോ ഇവിടെ എന്ത് വരും? ഡി വരും. ആറിന് ഇവിടെ ഇട്ടു. എച്ച് ഐ ആണ്. എഫ് വൈ. ഇനി ഇത് എന്താണ്? ഫോളോവിങ് ആണ്. വി ഡബ്ല്യു ആർ എസ് ജി സെഡ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുതിയ ലെറ്റർ ക്ലസ്റ്ററിൽ എത്ര കൺസണൻസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിയേ, എ ഇ ഐ ഒ യു എല്ലാം എന്താണ്? കൺസണൻസ് ആണ്. 6 കൺസണൻസ് ആണ് പുതിയ ലെറ്റർ ക്ലസ്റ്ററിൽ അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ലേ? അടുത്തത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ദ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഹാസ് ഫൗണ്ട് ദ toxic waste is being mixed with dry waste in many apartment complexes before collection by the municipality, posing a serious threat to the waste processing personnel and the environment. Okay, അപ്പോൾ എന്താ ചെയ്യുന്നത്? ചില അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുനിസിപ്പാലിറ്റി കളക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടോക്സിക് വേസ്റ്റും ഡ്രൈ വേസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് മിക്സ് ആക്കുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള ത്രെട്ടാണ്, സീരിയസ് ത്രെട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ആക്ഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെവി ഫൈൻ ഷുഡ് ബി imposed on apartment complexes where toxic and dry waste are not properly segregated before collection. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അല്ലെ? ഫൈന് കൊടുക്കുക. അപ്പാർട്ട്മെന്റ് കോംപ്ലക്സസ് ഷുഡ് ഇഷ്യൂ ക്ലിയർ ഗൈഡ് ലൈൻസ് ഓൺ വേസ്റ്റ് സെഗ്രിഗേഷൻ ടു അപ്പാർട്ട്മെന്റ് റെസിഡന്റ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? നമുക്ക് ഫോളോ ചെയ്യാവുന്ന ആക്ഷൻസ് ആണ്. ഓക്കെ, റൂള് ഫോളോ ചെയ്യാത്ത, റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അത് ഫോളോ ചെയ്യാത്തവർക്കെതിരെ ഫൈന് ഇടുകയും ചെയ്യണം. ഓക്കെ, അടുത്തത് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു. അപ്പൊ ക്യൂ ആണ്, അതിവിടെ എല്ലാം ക്യൂ ആയതുകൊണ്ട് ക്യൂ നമുക്ക് കൺഫേം ചെയ്യാം. എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ. അപ്പൊ എന്തായി? രണ്ടെണ്ണം ക്യാൻസലായി. ഇനി ഡബ്ല്യു ആണോ വി ആണോ എന്ന് നോക്കിയാൽ മതി. എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു. ക്യു ആർ ഡബ്ല്യു ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ചെയ്തതല്ലേ, ഒരേപോലത്തെയല്ലേ, നമുക്ക് മനസ്സിലാവുമല്ലോ, പിന്നെയും എന്തിനാണ് റീസണിങ്ങിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചാൽ, ആരെങ്കിലും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം എന്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട്, അതുപോലെ ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? ഇപ്പം ഈ സീരീസ് ഫോളോ ചെയ്യണ മെത്തേഡ് എല്ലാറ്റിലും ഒരുപോലെ ആയിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ ഒരുപോലെയുള്ളത് ഈസി ആയിട്ടുള്ളത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇൻ കേസ് ഇനി അങ്ങനെ കിട്ടാത്തത് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ നിന്നാണ് ഫോളോ ചെയ്യേണ്ടത് അല്ലെ? നോക്ക്, എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ. അപ്പൊ എമ്മിന് തൊട്ട് മുന്നേയുള്ള രണ്ടെണ്ണം നോക്കണം അല്ലെ? എച്ച് ഐ ജെ കെ എൽ എം കെ എൽ എം ജെ കെ എൽ എം. അപ്പൊ ജെ ആണ് വരുന്നത്. അവിടെ ജെ വരണ ഒരെണ്ണേ ഉള്ളൂ. ജെ കെ ഐ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ ക്ലാരിഫിക്കേഷൻ കിട്ടി, കൺഫർമേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കരുത്. എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, അടുത്തത് വിനു സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് വൈ ആൻഡ് സ്റ്റാർട്ട്സ് 10 കിലോമീറ്റർ ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 10 കിലോമീറ്റർ പോയി. ഓക്കെ, ദെൻ ഹി ടേൺസ് റൈറ്റ്. നോർത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് 29 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ട്രാവൽ ചെയ്തു. എത്ര കിലോമീറ്റർ? 34 കിലോമീറ്റർ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺസ് റൈറ്റ് അല്ലെ? അവിടെ നിന്ന് പിന്നെയും എന്താ ചെയ്തേ? ഇപ്പൊ ഇങ്ങോട്ടാണ് വരുന്നത്. ദെൻ എഗെയിൻ റൈറ്റിലേക്ക് എത്ര ട്രാവൽ ചെയ്തു? 13 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എഗെയിൻ റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്തിട്ട് എത്ര കിലോമീറ്റർ പോയി? 24 കിലോമീറ്റർ പോയി. ആൻഡ് സ്റ്റോപ്സ് അറ്റ് പോയിന്റ് സെഡ്. സെഡിലാണ് നിർത്തിയത്. ഓക്കെ, സെഡിലാണ് നിന്നിരിക്കുന്നത്.
അപ്പം ഇനി എങ്ങോട്ടേക്ക് എത്ര ദൂരം പോവണം പഴയ പൊസിഷനിലേക്ക് എത്താൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്ക്, ടോട്ടൽ 29 കിലോമീറ്റർ പോയതിൽ എത്ര കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്? 13 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ 24 പോയത് കൊണ്ട് ഈ 10-നടുത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനി ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? 29 മൈനസ് 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 കിലോമീറ്റർ ഇപ്പുറത്തെ സൈഡ് വെസ്റ്റിലേക്കാണ് പോവേണ്ടത്. 16 കിലോമീറ്റർ വെസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഇനി വിനു ട്രാവൽ ചെയ്യേണ്ടത് പഴയ പോയിന്റിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസിൽ പ്രോപ്പർ ആയിട്ട് റൈറ്റും ലെഫ്റ്റും തിരിയേണ്ടത് എങ്ങോട്ടേക്കാണെന്നും നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒക്കെ ഏതാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഇത് 24 into 3. K എന്താണ്? ഡിവിഷൻ ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 6. I എന്ന് വെച്ചാൽ പ്ലസ് ആണ്. പ്ലസ് ഇവിടെ ഇനി എന്താ? 14 into 2. L എന്താ? മൈനസ് ആണ്. മൈനസ് 19. ഇതിന്റെ ആൻസർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 6 നോക്കിയേ, 6 4s are അല്ലെ, 6 4s are അല്ലെ, 6 4s are 24 ആണ്. 4 into 3 12 ആണ്. പ്ലസ് ഇനി ഇവിടെ എന്താ? 14 into 2. 14 into 2 എന്താ? 28 മൈനസ് 19 ആണ്. ആദ്യം നമ്മൾ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. 2 plus 8 എന്താ? 10 ആണ്. 2 plus 1 3 4. 40 മൈനസ് 90 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 മൈനസ് 10 30 ആണ്. 30യിൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 21 ആണ്. ആൻസർ ഓപ്ഷനിൽ 21 ഉണ്ടോ എന്ന് നോക്കുക. പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 21 എന്ന് ആൻസറും കിട്ടി. അടുത്തത് 45 95 245 695. എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? 45ൽ നിന്നും 95, 45 പ്ലസ് 50 ആണ് 95, 95 പ്ലസ് 150 ആണ് 245 എന്ന് പറയുന്നത്. 245 പ്ലസ് 450 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 695 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കണം. ഇവിടെ നോക്കിക്കോ, 50 into 2 ആണ് 100 അല്ലെ. ആ 100ന്റെ കൂടെ പ്ലസ് 50 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 150 കിട്ടിയത്. അതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. അടുത്തതിൽ എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. 150 into 2 എന്താണ്? 300 ആണ്. പ്ലസ് 150 ചെയ്തപ്പോഴാണ് നമുക്ക് അടുത്ത അഡീഷൻ ഉള്ള നമ്പർ കിട്ടിയത് 450 അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തിനാണ് ഇങ്ങനെ സീരീസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണേന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് റീസൺ. നമുക്ക് ചിലത് ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ തീരും, ചിലത് ഇതുപോലെ എന്താണ് ആ ഡിഫറൻസിന്റെ ഉള്ളിലൊരു ഡിഫറൻസ് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത നമ്പർ അപ്പം എന്തായിരിക്കും നോക്കിക്കോ. 450 into 2 എന്താണ്? 900 ആണ്. പ്ലസ് 450 ചെയ്യണം അല്ലെ. 900 പ്ലസ് 450 എന്താണ്? 0 5 1 3 5 0 ആണ്. 695ന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. പ്ലസ് 695 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 5 4 1 0 2045 ആണ് അടുത്ത നമ്പർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഉണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? നമുക്കപ്പോൾ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഒരു കോഡ് ലാംഗ്വേജിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നോ മീ ബെറ്റർ തന്നിട്ടുണ്ട്. ദെൻ ബെറ്റർ നോ സംതിങ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംതിങ് എന്താന്നാ ചോദിച്ചിരിക്കണേ. BUNJF രണ്ടിടത്തും ഉണ്ട്. സംതിങ്ങിലുള്ളത് LS മാത്രമാണ്. സോ സംതിങ്ങിന്റെ കോഡ് ലാംഗ്വേജ് എന്താണ്? LS ആണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെയും ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. F മൈനസ് ഇ. എഫ് മൈനസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബ്രദർ ആണ്, മെയിൽ ആണ്. ആരുടെ ബ്രദർ ആണ്? ഇയുടെ ബ്രദർ ആണ് എഫ്. ഓക്കെ, അടുത്തത് #L ആണ്. ഈ #L എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ ആണ്. ആരുടെ ഡോട്ടർ ആണെന്നാണ് പറയണത്? എല്ലിന്റെ ഡോട്ടർ ആണ് ഇ എന്നാണ് പറയണത്. L into Q എന്ന് പറഞ്ഞാൽ എന്താണ്? L ആരുടെ വൈഫ് ആണെന്നാ പറയണത്? Qയുടെ വൈഫ് ആണ് L. സോ L ഫീമെയിൽ ആണ്, Q മെയിൽ ആണ്. ഓക്കെ, അടുത്തത് Q മൈനസ് പി. മൈനസ് പി എന്ന് പറഞ്ഞാൽ Q ആരുടെ ബ്രദർ ആണ്? Pയുടെ ബ്രദർ ആണ് Q.
അതും ഓക്കെയാണ്. ഇനി P#N എന്ന് പറഞ്ഞാൽ പി ആരുടെ ഡോട്ടറാണ്? അപ്പൊ പി ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ ഡോട്ടറാണ്? എന്നിന്റെ ഡോട്ടറാണ് പി. ഓക്കെ, അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഇസ് പി റിലേറ്റഡ് ടു എഫ്? പിയും പി എഫിന്റെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എഫിന്റെ സിസ്റ്റർ ആണ് ഇ. സോ ഇവരുടെ രണ്ടുപേരുടെയും അച്ഛൻ ക്യൂവും അമ്മ എഫും ആണ്. ഈ അച്ഛന്റെ സിസ്റ്റർ ആണ് പി. അങ്ങനെയാണെങ്കിൽ എഫിന്റെ അച്ഛന്റെ സിസ്റ്റർ, ഫാദേഴ്സ് സിസ്റ്റർ ആണ് ആര്? പി എന്ന് പറയുന്നത്. ഓക്കെ, എഫിന്റെ ഫാദേഴ്സ് സിസ്റ്റർ ആണ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ഈച്ച് vowel of the word groups is replaced by its next letter in the English alphabetic order and each consonant is replaced by its next letter in the English alphabetic order, then which of the following letter will be at the third position from the left in the letter group thus formed? അപ്പോൾ ഗ്രൂപ്പ്സ് ആണ് എന്താ ചെയ്യേണ്ടത്? വവ്വൽ എത്ര ഉണ്ട് എന്ന് ആദ്യം നോക്കുക. ഓക്കെ, വവ്വൽ എന്താണ്? എ ഇ ഐ ഒ യു. അപ്പൊ ഒ യു ആണ് ഉള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? എന്താ പറഞ്ഞിരിക്കുന്നത്? വവ്വൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ലെറ്റർ ആണ് അല്ലെ? അപ്പം ഒ പി യു വി. ഓക്കെ, ഇനി എന്താണ്? കൺസണന്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൺസണന്റും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ജി എച്ച് ആർ എസ് പി ക്യു എസ് ടി. ഓക്കെ, നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? തേർഡ് പൊസിഷൻ, ലെഫ്റ്റിൽ നിന്നും തേർഡ് പൊസിഷനിൽ വരുന്നത് ഏതാണ്? പി ആണ് ലെഫ്റ്റിൽ നിന്നും തേർഡ് പൊസിഷനിൽ വന്നിരിക്കുന്ന ലെറ്റർ. ക്ലിയർ ആയോ? വെറുതെ തരുന്നതാണ്. അവർ രണ്ടും ഒരേ കാര്യം തന്നെ ആയിരിക്കും പറയുന്നത്, നെക്സ്റ്റ് ലെറ്റർ എന്ന് തന്നെയായിരിക്കും. എന്നാലും അതിനകത്ത് വവ്വൽ കൺസണന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനാണ് തരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു സർക്കുലർ ടേബിൾ അല്ലെ? എത്ര ആൾക്കാരുണ്ട് എന്ന് നോക്കണം. ആദ്യം സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എത്ര ആൾക്കാരെന്ന്? 1 2 3 4 5 6 7, 7 പേര്. 1 2 3 4 5 6 7, 7 പേരാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? 7 പേരുടെ സീറ്റിംഗ് പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ നോക്കിക്കോ, ആർ ഈസ് സീറ്റഡ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് വി. അപ്പൊ വി ഇവിടെ ആണെങ്കിൽ വിയുടെ തൊട്ടടുത്ത റൈറ്റ് സൈഡിലായിട്ട് ആരുണ്ട്? ആർ ഉണ്ട്. ഓക്കെ, ഓൺലി 3 persons ആർ സീറ്റഡ് ബിറ്റ്വീൻ ആർ ആൻഡ് സെഡ് വെൻ കൗണ്ടഡ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ആർ. ആറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 കഴിഞ്ഞിട്ടാണ് ആരിയിരിക്കുന്നത്? സെഡ് ഇരിക്കുന്നത്. ഓക്കെ, ഓൺലി 3 persons ആർ സീറ്റഡ് ബിറ്റ്വീൻ വി ആൻഡ് പി. വിയുടെയും പിയുടെയും ഇടയിൽ 3 പേരാണ് ഉള്ളത്. അപ്പൊ വിയുടെ 3 പേര് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, സെഡ് ഓൺലി 3 persons ആർ സീറ്റഡ് ബിറ്റ്വീൻ വി ആൻഡ് പി. വിയുടെയും പിയുടെയും ഇടയിൽ 3 പേര്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ 3 പേരാവില്ല. അപ്പൊ നമ്മൾ ഈ സൈഡ് കൂടെ തന്നെ കൗണ്ട് ചെയ്തു, അവിടെ പി എഴുതി. എക്സ് ഈസ് സീറ്റഡ് ടു ദ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് വൈ. വൈയുടെ റൈറ്റ് സൈഡിൽ, അപ്പൊ വൈയുടെ റൈറ്റ് സൈഡ് വരണമെങ്കിൽ ഇവിടെ മാത്രമേ വൈ എഴുതിയാൽ വൈക്ക് ഒരു റൈറ്റ് സൈഡ് വരുള്ളൂ. ആരാണ് ഇരിക്കുന്നത്? എക്സ് ആണ് വൈയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ആരാ ഉള്ളത്? എല്ല് ബാക്കിയുണ്ട്, അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലിന്റെയും വൈയുടെയും ഇടയിൽ, വൈയുടെ ലെഫ്റ്റ് സൈഡിൽ കൗണ്ട് ചെയ്താൽ എത്ര പേരുണ്ട്? വൈയുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ 2 പേരാണ് എക്സിന്റെയും വൈയുടെയും എല്ലിന്റെയും ഇടയിലായിട്ട് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയില്ലേ? അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? അടുത്തത് എന്താണ്? സെയിം വവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. വവൽ എന്താ ചെയ്യേണ്ടത്? ഫോളോവിങ് ലെറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യണം. കൺസണന്റ് ആണെങ്കിൽ പ്രിസീഡിങ് ലെറ്റർ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? റൈറ്റിൽ നിന്നും 4ാമത്തെ ലെറ്റർ ഏതാണെന്നാണ് നോക്കണ്ടേ. ആദ്യം ഇതിലെ വവൽസ് നോക്കുക. എ ഇ ഐ ഒ യു ഇല്ല. അപ്പം ഇവിടെ ആർ അവിടെ ഇരിക്കട്ടെ. ഇ എന്താ ചെയ്യേണ്ടത്? ഫോളോവിങ് ആണ്. ഇ എഫ് എൽ എ ബി ടി ഐ ജെ ഒ പി എൻ. ഇനി കൺസണന്റ് എന്താ ചെയ്യേണ്ടത്? പ്രിസീഡിങ് ആണ് അല്ലെ? ക്യു ആർ
KLSTMN. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൈറ്റിൽ നിന്നും നാലാമത്തേത് ഏതാണെന്നാണ് ചോദിച്ചത്. റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അത് ഞാൻ മറന്നുപോയി. റിവേഴ്സ് ഓർഡറിൽ, ആൽഫബറ്റിക്കിന്റെ റിവേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എഴുതി വരാം അല്ലെ. BCDEF GHIJKLMNOPQRS ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് നാലാമത് ആരാണ്? കെ ആണ് റൈറ്റ് സൈഡിൽ നിന്ന് നാലാമത്. ഞാൻ ഇപ്പൊ ചെയ്ത പോലുള്ള അബദ്ധങ്ങൾ ചെയ്ത് വെക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് ഇനിയിപ്പോ ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിക്കായിരുന്നു? ആൻസർ തെറ്റിപ്പോയേനെ. ഓക്കെ, നമുക്കിപ്പോ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം കിങ്സ് ആർ സെർവൻസ്. ചില രാജാക്കന്മാര് സെർവൻസ് ആണ്. ചില സെർവൻസ് എന്താണ്? ഫൈറ്റേഴ്സ് കൂടെയാണ്. ഓക്കെ, സം ഫൈറ്റേഴ്സ് ആർ കിങ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഓൾ സെർവൻസ് ആർ കിങ് അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരേ ഒരു കൺക്ലൂഷൻ മാത്രമേ അവിടെ ഫോളോ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ എങ്ങനെയാണെന്ന്? അടുത്തത്, all chairs are tables. Some tables are bed. All beds are chairs. അല്ല അല്ലെ. Some tables are chairs. ചില ടേബിളുകൾ ചെയർ ആണ്. അവിടെയും എന്താണ്? ഒരു കൺക്ലൂഷൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? ഓഡ് വൺ ഔട്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, LMNOPQRST അല്ലെ. L കഴിഞ്ഞ് LMNOPQRST ഇത് ഒരെണ്ണം ഉണ്ട്. ഇതുപോലെയാണോ അടുത്തത് എന്ന് കൂടെ നോക്കുക. GHIJKLMNO. അപ്പൊ ഇത് തന്നെയാണ് അല്ലെ മെത്തേഡ്. അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കമന്റ് സെക്ഷനിൽ എനിക്ക് ഇതിന്റെ ആൻസർ പറഞ്ഞു തരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 637. കാണുമ്പോൾ തന്നെ നമുക്കറിയേണ്ടത് 6 സ്ക്വയർ എന്താണ്? 36 ആണ്. +1 എന്താണ്? 37 ആണ്. ഇവിടെയും അത് തന്നെയാണ്. 8 സ്ക്വയർ 64 ആണ്. +1 എന്താ? 65 ആണ്. ഈ ഒരു മെത്തേഡ് എന്താ? 7ന്റെ സ്ക്വയർ 49 അതല്ല. 3യുടെ സ്ക്വയർ 27 അല്ല. 9 സ്ക്വയർ 80 സോറി, ഇവിടെ ഓപ്ഷൻ 82 ആണ് വരേണ്ടത്. ഓക്കെ, ഞാൻ ഓപ്ഷൻ തെറ്റിച്ച് എഴുതിയതാണ്. ഇതായിരുന്നു നമ്മുടെ ആൻസർ വരുന്നത്. ഇത് തെറ്റാണ്. ഓക്കെ, 9 സ്ക്വയർ എന്താണ്? 81 ആണ്. +1 എന്താ? 82 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ ആയോ? അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. ഇനി റോ ഓഫ് 37 പീപ്പിൾ, അനിഷ ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്നും 12ാമതാണ് അനിഷ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 12 പേരുണ്ട്. 37ൽ നിന്നും 12 എന്ന് പറയുമ്പോൾ 12 പേരെ നമ്മൾ എന്ത് ചെയ്യണം? 11 പേരെ മൈനസ് ചെയ്താൽ മതി. കാരണം എന്താണ്? ഇവിടെ നിന്നുള്ള അനിഷയുടെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പർ നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ 37 - 11 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും 26ാമതായിട്ടാണ് ആരിയിരിക്കുന്നത്? അനിഷ ഇരിക്കുന്നത്. ഓക്കെ ആയോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തേർഡ് ഡേയിൽ സെക്കൻഡ് ഷിഫ്റ്റ് റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഈ തേർഡ് ഡേയിൽ തേർഡ് ഷിഫ്റ്റിൻ്റെത് ഇനി ഞാൻ നാളത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. നാളെ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഓൾമോസ്റ്റ് നിങ്ങളിത് കാണുമ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഞാനിതിപ്പോൾ ചെയ്യുന്ന ടൈം 11:30 ആണ്. അപ്പം നാളെ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ളതും മാത്സും എല്ലാം നാളെ പോസ്റ്റ് ചെയ്യാം. ഓൾസോ ജനറൽ സയൻസും അവയർനെസ്സും ഒക്കെ വേണം എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സോ ക്വസ്റ്റ്യൻസോ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ വേണമെന്നോ അങ്ങനെ എന്തുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ
പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാക്കി തരാൻ ട്രൈ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയും ചെയ്ത സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.